ആദ്യഘട്ട ചർച്ച പൂർത്തിയായി. പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മീഷനെ നിയോഗിക്കാൻ ആലോചന. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ചേരുന്നു. ബിനിൽ, ചർച്ച വീണ്ടും തുടരുകയാണോ? എന്താണ് ആദ്യഘട്ട ചർച്ചയിലെ തീരുമാനങ്ങൾ? ഇതിൽ ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ചത് ആരോഗ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, ഇവർ ഉന്നയിച്ച വേതന പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന മന്ത്രി ആവർത്തിച്ചു. മാത്രമല്ല, ഇതൊരു കമ്മീഷൻ നിയോഗിക്കാം, അതിനുശേഷം ഈ പ്രശ്നങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ ഇത് നടപ്പിലാക്കാൻ കഴിയൂ എന്നൊരു കാര്യമാണ് മന്ത്രി ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. ആ കമ്മീഷൻ എന്ന കാര്യം സൂചിപ്പിച്ചപ്പോൾ ഈ സമരം ചെയ്യുന്ന ആശുപത്രി മാത്രമല്ല, അതിനപ്പുറത്തേക്ക് INTUCയുടെയും CATUവിന്റെയും പ്രതിനിധികളുണ്ട്. അവർ ഇക്കാര്യം ആലോചിക്കണമെന്ന്, പ്രത്യേകിച്ച് INTUC R ചന്ദ്രശേഖരനാണ് ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഈ യൂണിയൻ തമ്മിൽ ഈ കാര്യം ആലോചിക്കണം എന്നാവശ്യപ്പെട്ടു. അതിനുശേഷമാണ് ഇപ്പോൾ യൂണിയൻ പ്രതിനിധികൾ എല്ലാവരും ചേർന്ന് ഇക്കാര്യം കൂട്ടായി ആലോചിക്കുന്നത്. ആ ആലോചന ഇപ്പോൾ കഴിഞ്ഞതാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിൽ മന്ത്രിയുമായി ചേർന്ന് ഒരു ചർച്ച നടത്തും. അതിലായിരിക്കും ഈ ആശമാർ തങ്ങളുടെ ആവശ്യങ്ങൾ വീണ്ടും ഉന്നയിക്കുക. എന്തായാലും അതിനുശേഷം മാത്രമേ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. നിലവിൽ രണ്ടാം ഘട്ട ചർച്ച അല്പസമയത്തിൽ തുടങ്ങും. മന്ത്രി ഇവിടേക്ക് വീണ്ടും ഈ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ ചർച്ച ഇപ്പോൾ വീണ്ടും തുടങ്ങുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അഖില, സമരത്തിൽ ആദ്യഘട്ട ചർച്ച പൂർത്തിയായി. മന്ത്രിതല ചർച്ച തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ബിനിൽ ലീല സാബു.